നമ്മുടെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പറഞ്ഞാലും തീരാത്ത അത്ര അച്ചീവ്മെന്റ്സ് നമ്മുടെ പോളിടെക്നിക്കിലുണ്ട്. ഞാനൊരു ജാമ്യം എടുക്കുകയാണ്, ഇതിലെല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് മാത്രം കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നേരത്തെ പ്രിൻസിപ്പളും ചെയർമാനും സ്വാഗതം പറഞ്ഞ അമീർ സാറും ഒക്കെ പറഞ്ഞു NBA അക്രഡിറ്റേഷനെ കുറിച്ച്. NBA ഫുൾ ഫോം ഇതിൽ നോക്കാതെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. എന്താണ്? നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. എന്താ അത് കിട്ടിയ കാര്യം? എന്താ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം? എന്താ? NBA സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ NBA എന്ന് പറയുന്ന നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ പറയുന്ന കുറെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് NBA അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് 6 ബ്രാഞ്ചുകൾക്ക്. കേരളത്തിലെ 6 ബ്രാഞ്ചുകൾക്കുള്ള ഏക പോളിടെക്നിക്ക് നമ്മുടെയാണ്. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം പോളിടെക്നിക്കേ ഉള്ളൂ ഒറ്റയടിക്ക് 6 ബ്രാഞ്ചുകൾക്ക് അക്രഡിറ്റേഷൻ കിട്ടിയത്. അപ്പൊ അക്രഡിറ്റേഷൻ നമുക്കുണ്ട്.